ബിജെപിക്ക് കേരളം ബാലികേറാമലയല്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബിജെപി ഇല്ലാതെ കേരളത്തിന് ഇനി മുന്നോട്ടു പോകാനാകില്ല. മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചു. ഇനി വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബിജെപിയുടെ തേരോട്ടമായിരിക്കുമെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. 2026 കേരളം ബിജെപി ഭരിക്കുന്നതുവരെ വിശ്രമമില്ലാതെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും കൊച്ചിയിൽ നടന്ന ബിജെപി കോർ കമ്മിറ്റിക്ക് ശേഷം സുരേന്ദ്രൻ പറഞ്ഞു. കേരളമാണ് ഇവിടെ ഒരു കാരണവശാലും ബിജെപി ജയിക്കാൻ പോകുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറാമലയാണ് കേരളം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമായിരുന്നു അവർ പ്രചരിപ്പിച്ചത്, ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. ആ ധാരണയാണ് കേരളത്തിലെ ജനങ്ങൾ തിരുത്തിയിരിക്കുന്നത്. ഇത് ശരിയായ കേരളമാണ്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറാമലയല്ല. ബിജെപി ഇല്ലാതെ ഇനി കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ്. കെബിൻ കെന്നഡിയുണ്ട് വിശദാംശങ്ങളുമായി. കെബിൻ, ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് തൃശ്ശൂർ പിടിച്ചതിൽ അതീവ ആത്മവിശ്വാസമാണ് ബിജെപിക്ക് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് കോർ കമ്മിറ്റിയിൽ ചർച്ചയായത്? ശേഷം സംസ്ഥാന നേതൃത്വ അധ്യക്ഷ പ്രസംഗത്തിലാണ് കെ സുരേന്ദ്രൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. മോദിയുടെ ആഹ്വാനം നിറഞ്ഞ മനസ്സോടെ കേരളം സ്വീകരിച്ചെന്നും ബിജെപി കേരളത്തിന് ബാലികേറാമലയല്ല, ബിജെപി ഇല്ലാതെ കേരളത്തിന് മുന്നോട്ട് പോകാനാകില്ലെന്നുമാണ് സുരേന്ദ്രൻ പറഞ്ഞത്. മോദിയുടെ വികസനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു. ബിജെപിയുടെ കഠിന പരിശ്രമത്തിലൂടെയാണ് ബിജെപി തൃശ്ശൂരിൽ വിജയിച്ചതെന്നും പരിശ്രമിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു. മാധ്യമ സർവേകൾ വ്യാജമായി നൽകി എന്ന് തൃശ്ശൂരിലെ റിസൾട്ടോടുകൂടി തെളിഞ്ഞെന്നുമാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഇനി വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബിജെപിയുടെ തേരോട്ടമായിരിക്കും കേരളത്തിൽ. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 60 മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപിക്ക് മുന്നേറ്റം ഉണ്ടാക്കാനായി സാധിച്ചു. പിന്നോക്ക വിഭാഗങ്ങൾ ബിജെപിയോടൊപ്പം ചേർന്ന് നിന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. 2026 ബിജെപി കേരളം ഭരിക്കുന്നതുവരെ വിശ്രമമില്ലാതെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നും പ്രവർത്തകരെടുത്ത് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും നടത്തിവരുന്ന കൊള്ളകൾ പുറത്തു കൊണ്ടുവരുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്ത് തലങ്ങളിൽ ഭരണങ്ങൾ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായാണ് തെറ്റായ വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ശരി, 2026 കേരളം ബിജെപി ഭരിക്കുന്നത് വരെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് കൊച്ചിയിൽ കോർ കമ്മിറ്റി യോഗത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെബിൻ കെന്നഡി.